masa lalu. Di sini sekarang ku siap untuk beraksi dengan senjataku di MAC. The bomb. ഇല്ലി കെട്ടിയ വണ്ടിയിൽ ഡിസ്ക് കാണുമ്പോൾ അതിൻ്റെ ലുക്ക് ഒരു വേറെ ലെവൽ തന്നെയാണല്ലേ. അപ്പോൾ നമുക്കിന്ന് സ്പ്ലെൻഡറിൽ ഡിസ്ക് കയറ്റാൻ നമ്മൾ യൂസ് ചെയ്തത് പഴയ മോഡൽ യൂണിക്കോണിൻ്റെ ഹബ്ബും അതിൻ്റെ ഡിസ്കും അതുപോലെ തന്നെ ഫോർക്ക്, കാലിപ്പർ, മാസിലിണ്ടർ, പിന്നെ ആക്സിൽ, സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്ന ഒരു പിനിയന് ഇതിലുണ്ട്. സ്പീഡോമീറ്റർ പിനിയൻ കംപ്ലൈൻ്റ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതിൻ്റെ സ്പേസർ ഇതിലുണ്ട്. ഇത് നമുക്ക് ഫുള്ള് സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ വേണ്ടത് ബ്രേക്ക് പൈപ്പ്, 2 ബ്രേക്ക് ഓയിലിൻ്റെ ബോൾട്ട് എന്നിവയാണ്. ഇനി ഇത് കെട്ടിക്കാൻ കൊടുക്കണം. ഇതിൻ്റെ ഫ്രണ്ടിൽ കിട്ടാൻ ഭയങ്കര ഡിമാൻഡാണെന്നാണ് തോന്നുന്നത്. ഞാൻ കുറേ അന്വേഷിച്ച് കോഴിക്കോടൊക്കെ അന്വേഷിച്ചിട്ട് ലാസ്റ്റ് കിട്ടിയത് എനിക്ക് പൾസറിൻ്റെ ഇല്ലിയാണ് ഞാൻ എന്നിട്ട് മേടിച്ച് കൊടുത്തത്. പൾസറിൻ്റെ ഇല്ലി സെയിമാണ്. അപ്പോൾ ഇത് ആരെങ്കിലും ഇങ്ങനെ ഇത് കിട്ടാതെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൾസറിൻ്റെ ഇല്ലി മേടിക്കുക. അത് കമ്പനിയിലൊന്നും കിട്ടില്ല, പുറത്തുള്ള ഏതെങ്കിലും ലോക്കൽ കമ്പനിയിലൊക്കെ ആവും കിട്ടുക, അതേ കിട്ടുള്ളൂ. അപ്പോൾ അതെങ്കിലും മേടിക്കുക. പിന്നെ ഇതിൻ്റെ ബാക്ക് വീല് നമുക്ക് എസ്റ്റീറിയം ചെയ്യാനുള്ളതാണ്, അപ്പോൾ അതും കഴിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് ഹബ്ബ് മാറാനുള്ളതാണ്. അതേപോലെ വയറിംഗ് കിറ്റ് കംപ്ലൈൻ്റ് ആണ്. വയറിംഗ് കിറ്റ് ഓരോ ലൈറ്റോ ഇതിൻ്റെ ഓടമൊത്തം തന്നെ ഓരോ ലൈറ്റ് ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ കൊടുക്കും. അതായത് ഫോർണിക്കേറ്ററിയൊക്കെ ചെയ്തിട്ട് ഓരോ ഡയറക്റ്റായിട്ട് ഓരോ സ്ഥലത്ത് കട്ട് ചെയ്തിട്ട് വയറിംഗ് ഒക്കെ ആകെ പണിയാണ്. എപ്പോഴും ഷോർട്ട് ആവലാണ് ഇതിന് പണി. അപ്പോൾ വയറിംഗ് കിറ്റ് മാറ്റേണ്ടി വരും, അല്ലാതെ ഇതൊന്നും പണി എടുക്കുകയാണെങ്കിൽ നടക്കില്ല. പിന്നെ ഇതിൻ്റെ കിക്കർ സ്ലിപ്പായി അതായത് കാല് നമ്മളിത് വൈക്കി പോകും അടിക്കുമ്പോൾ. കാരണം എന്താ വെച്ചാൽ ആ പിന്ന് പ്ലേ ആയി വലിയ ഒരു ഓട്ടമാണ്. അപ്പോൾ അത് മാറ്റേണ്ടി വരും. അപ്പോൾ പഴയ കിക്കറിട്ട് നമുക്ക് ഒപ്പിക്കണം. ഇതിൻ്റെ യൂണിക്കോണിൻ്റെ ഇതാണ്. ഇത് ഞാൻ കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ പഴയ മോഡൽ യൂണിക്കോണിൻ്റെ ഇത് ഫോർക്ക് മാത്രമാണ് ഈ സ്പ്ലെൻഡറിൻ്റെ ടീ സ്റ്റെമ്മിൽ ഫിറ്റാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളത് ഗ്രൈൻഡൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് വലുതാകേണ്ടി വരും. പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പഴയ മോഡൽ യൂണിക്കോണിൻ്റെ 2 ഫോർക്ക് കറക്റ്റ് സൂട്ടായിരിക്കും. അപ്പോൾ അത് മേടിക്കുക, അത് മാത്രം മേടിച്ചാൽ മതി. അല്ല പിന്നെ പഴയ മോഡൽ പൾസറിൻ്റെ മേടിക്കുക, അല്ലെങ്കിൽ പിന്നെ ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞ വണ്ടീൻ്റെ അതിൻ്റെ മേടിക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്താത്ത കുറേ കണ്ടൻസ് ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും.